Hello everyone. ഇന്നത്തെ നമ്മളുടെ കഞ്ഞിയെ പറ്റി പറയുകയാണെങ്കിൽ ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും അത് കഴിക്കാം. അപ്പം ഞാൻ ഇന്ന് കാണിക്കുന്നതിൽ ഹണിയാണ് ഇട്ടിട്ടുള്ളത്. അപ്പം പ്രായമുള്ളവർക്കാണെങ്കിൽ ഇപ്പം ഹണി അല്ലെങ്കിൽ പിന്നെ ശർക്കര വേണമെങ്കിലും ഇടാം, അതേപോലെ നമ്മളുടെ ബ്രൗൺ ഷുഗർ ഇടാം. അതേസമയം ഡയബറ്റീസ് ഉള്ളവർക്കാണെങ്കിൽ ഇതൊന്നും പറ്റില്ല. അപ്പോൾ അവർക്ക് ഇത് മധുരത്തിന് പകരം കുറച്ച് ഉപ്പിട്ടിട്ട് വേണമെങ്കിൽ കഴിക്കാൻ പറ്റും. പിള്ളേർക്കാണെങ്കിൽ ഇപ്പം പനക്കൽക്കണ്ടം കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ നമ്മുടെ നോർമൽ കൽക്കണ്ടാണെങ്കിലും കുഴപ്പമില്ല. ഇത് എല്ലാ പ്രായക്കാർക്കും പറ്റുന്നതാണ്. അതേപോലെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിൽ ഇപ്പോൾ രാവിലെ സ്കൂളിൽ പോകുന്ന പിള്ളേരാണെങ്കിൽ ഇത് കഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ വയറ് ഫുള്ളായിരിക്കും. അപ്പോൾ കുറച്ച് നേരത്തേക്ക് അവർക്ക് വിശക്കില്ല. പിന്നെ ഇതിപ്പോൾ പ്ലെയിനായിട്ട് കഴിക്കാൻ പറ്റാത്തവർക്ക് അതിനകത്ത് കുറച്ച് ഫ്രൂട്ട്സോ ഫ്രഷ് ഫ്രൂട്ട്സ് ഇടാം, ഡ്രൈ ഫ്രൂട്ട്സ് ഇടാം, എന്ത് വേണമെങ്കിലും അവരവരുടെ ഇഷ്ടത്തിന് അത് ഇടാൻ പറ്റും. അപ്പോൾ ഒന്നുകൂടെ ഒരു ടേസ്റ്റ് കൂടും. ഇത് ശരിക്കും ഇതൊരു ഫുൾ ഹോൾസം മീലാണ്. നമുക്കറിയാം ഇപ്പം റാഗി ആണെങ്കിലും ഓട്സ് ആണെങ്കിലും ഒക്കെ ഒരുപാട് ന്യൂട്രീഷ്യസ് വാല്യൂ ഉള്ളതാണ് എന്നുള്ളത്. അപ്പം ഇത് രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റുമാണ്. അപ്പം ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്, എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് ഫസ്റ്റ് ഒന്ന് നോക്കാം. റാഗി പൗഡർ 2 ടേബിൾ സ്പൂൺ, പിന്നെ ഓട്സ് 2 ടേബിൾ സ്പൂൺ, പാല് 1 കപ്പ്, അതേപോലെ വെള്ളവും 1 കപ്പ്, പിന്നെ തേൻ 1/4 ടീസ്പൂൺ. അത് ഓപ്ഷനാണ്. തേൻ വേണ്ടാത്തവർക്ക് എടുക്കേണ്ട, കാരണം ഡയബറ്റീസ് ഉള്ളവർക്ക് ചിലപ്പോൾ ചിലവർ തേൻ കഴിക്കാത്തവരുണ്ട്. അങ്ങനെയാണെങ്കിൽ മധുരം ഒന്നും വേണ്ട, ഇങ്ങനെ കഞ്ഞിയായിട്ട് കുടിക്കാം. അഥവാ കുറച്ച് മധുരം വേണ്ടവർക്കാണ് പഞ്ചസാരയ്ക്ക് പകരമായിട്ട് 1/4 ടീസ്പൂൺ തേൻ പറയണത്. ആദ്യം തന്നെ നമുക്ക് ഈ റാഗിയും അതേപോലെ ഓട്സും കൂടെ ഒന്ന് കാച്ചിയെടുക്കുക. 1 കപ്പ് വെള്ളം ഒഴിച്ചു ഇതിലേക്ക് റാഗി പൗഡറും ഓട്സ്. ഇത് ശരിക്കും കട്ട കെട്ടാതെ തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കാച്ചിയെടുക്കണം. ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ കട്ട കെട്ടും. റാഗി ആണെങ്കിലും പെട്ടെന്ന് കട്ട കെട്ടും, പെട്ടെന്ന് കുറുകുകയും ചെയ്യും. അതുകൊണ്ട് നന്നായിട്ട് നമ്മൾ നിർത്താതെ തന്നെ ഇളക്കണം, കുറുക്കുണ്ടാക്കുന്ന പോലെ തന്നെ. ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാനായിട്ട്. റാഗി എല്ലാം ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. കാരണം റാഗി ആണെങ്കിലും ഓട്സ് ആണെങ്കിലും വെന്ത് കഴിയുമ്പം അതൊന്ന് കുറുകാൻ തുടങ്ങും. കുറച്ചൊന്ന് കുറുകി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കണം. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ മധുരത്തിന് പഞ്ചസാരയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് പനക്കൽക്കണ്ടം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പനക്കൽക്കണ്ടം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നോർമൽ കൽക്കണ്ടം യൂസ് ചെയ്താൽ മതി, പഞ്ചസാര വേണ്ട. അല്ലെങ്കിൽ പിന്നെ ശർക്കര യൂസ് ചെയ്യാം. ഒരു 5 മിനിറ്റായി. അപ്പം ഒന്ന് തിക്കായിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് നമ്മളുടെ പാല് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. പാല് ചേർക്കുമ്പം നന്നായിട്ട് ഇളക്കുക, കാരണം കട്ട കെട്ടും. പാലും കൂടെ ഒഴിച്ചതിന് ശേഷം ഒന്ന് കുറുകണം. കുറച്ചൊന്ന് കുറുകിയിട്ട് വേണം നമുക്ക് ഹണി ചേർക്കേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോഴും ലോ ഹീറ്റിൽ തന്നെയാണ് ഇത് കാച്ചിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ കോരി കുടിക്കാനാണെങ്കിൽ ഇതേപോലെ എടുക്കാം. അതല്ല കുറച്ചുകൂടെ തിക്കായിട്ടാണ് വേണ്ടതെങ്കിൽ കുറച്ചുകൂടെ നേരം ഒന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ തിക്കായിട്ട് കിട്ടിക്കോളും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഇനി ഹണിയും കൂടെ ചേർത്ത് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഇപ്പോൾ 2 ഗ്ലാസ്സാണ് ഇതിൻ്റെ ക്വാണ്ടിറ്റി വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മളുടെ റാഗി ഓട്സ് കഞ്ഞി ഇവിടെ റെഡി. ഇതൊരു 5 മിനിറ്റ് ഒന്ന് ഭയങ്കര ചൂടൊന്ന് ആറിയിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. ഇത് നമ്മളൊരു പാത്രത്തിലോട്ടൊക്കെ മാറ്റി. ഇനിയും ഇതിൻ്റെ കൂടെ ഇപ്പം ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് ഇതിൽ കുറച്ച് ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞിട്ടിട്ട് വേണമെങ്കിൽ അതേപോലെയും കുടിക്കാം. അപ്പം ശരിക്കും ഒരു നേരത്തെ മീലായിട്ട് നമുക്ക് ശരിക്കും കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. കാരണം ഹെവിയാണ്, ഹെൽത്തിയാണ്. ഇത് ട്രൈ ചെയ്യുക, എന്നിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അതേപോലെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. കറി ആൻഡ് സ്പൈസസ് രഞ്ജു സോൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. താങ്ക് യു.